ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ലൈവ് കോച്ചിങ് സെഷനാണ്. ഏകദേശം 500ഓളം കാണികൾ ലൈവായിട്ട് ഇരിക്കുമ്പം അതിൽ നിന്ന് ആരോ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഒരു കീനോട്ട് സ്പീച്ച് അല്ല, ഒരു പ്രസൻറ്റേഷൻ അല്ല, ഒരു ട്രെയിനിങ് അല്ല. അപ്പോൾ ഇതിനൊരു കോച്ചിങ് എന്ന നിലയിലാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇയാളുടെ പ്രസൻറ്റേഷൻ നല്ലത്. ഐ എം നോട്ട് എ പ്രസൻറ്റർ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഞാനൊരു പ്രസൻറ്റർ അല്ല, ഒരു ട്രെയിനർ അല്ല, ഒരു ഫെസിലിറ്റേറ്റർ അല്ല. ഞാൻ വെറും ഒരു കോച്ചാണ്. ഞാൻ ആരെയും തന്നെ ഫോക്കസ് ചെയ്യണില്ല. ആ ചോദ്യം ചോദിച്ച ഇൻഡിവിജ്വലിനെ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഇൻഡിവിജ്വൽ ആരാന്ന് പോലും എനിക്കറിയില്ല, എവിടെ നിന്നാണെന്ന് അറിയില്ല, ഐഡൻറ്റിറ്റി ഒന്നും ഞങ്ങൾ റിവീൽ ചെയ്യാറില്ല, ചോദിക്കാറില്ല. ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ചിലർ ചോദിക്കാറുണ്ട് നിങ്ങളെന്താ മലയാളം ഇങ്ങനെ സംസാരിക്കുന്നത്. മലയാളം എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജും അല്ല, സെക്കൻഡ് ലാംഗ്വേജും അല്ല, തേർഡ് ലാംഗ്വേജാണ്. ആ ഒരു മലയാളം കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും വെച്ചിട്ടാണ് ഞാനിത് മാക്സിമം ഞാൻ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിനുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. Hi, Sensei. Hi, how are you doing? I'm fine. Good. How are you? I'm absolutely fine. Thank you and thanks a lot for asking. അപ്പോൾ ഇവിടെ 2-3 ക്ലാരിറ്റി എനിക്ക് കൊണ്ടുവരാം. നമ്പർ 1, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇത് യൂട്യൂബിലിടും. പ്രശ്നമുണ്ടോ? Okay. Are you okay with that? No. Yeah. No problem. No problem. Good. Number 2, ഞാൻ ഇവിടെ ഒരു അഡ്വൈസും തരാൻ പോകുന്നില്ല. ഞാനൊരു മതപണ്ഡിതനോ അല്ലെങ്കിൽ ഒരു ഗുരുവോ ഒന്നുമല്ല. ഓക്കെ, ഒരു അഡ്വൈസും കിട്ടില്ല എൻ്റെ അടുത്ത് നിന്ന്. ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യുള്ളൂ. ആ ചാലഞ്ച് ചെയ്ത് നിങ്ങൾ എത്രയോ ഉള്ളിൽ നിങ്ങളെ പൊട്ടൻഷ്യലും ക്ലാരിറ്റി ഉണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ കൺവെർസേഷൻ മുമ്പോട്ട് പോവാം. ആർ യു ഓക്കെ വിത്ത് ദാറ്റ്? ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട. ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഇവിടെ ഇരിക്കുക. ഇത് നമുക്ക് നല്ലൊരു സംസാരം, ഒരു 15 മിനിറ്റ് നമുക്ക് സംസാരിക്കാം. ഇസ് ദാറ്റ് ഫൈൻ? ഓക്കെ. നമ്പർ 3, എന്താണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത്? ഈ ഒരു കൺവേഴ്സേഷനിൽ എന്താണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത്? എന്താണ് നിങ്ങളുടെ ഗോൾ? ക്രിസ്റ്റൽ ക്ലിയർ ഗോൾ വളരെ ഒറ്റ സെന്റൻസിൽ പറയണേ, എന്തായിരിക്കും? എനിക്ക് ഒരു എന്ത് ചെയ്യുമ്പോഴും ഒരു സേഫ് സോൺ നോക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എന്ത് ചെയ്താലും ഒരു സ്റ്റക്ക് ആവല്, കുറച്ച് കോംപ്ലക്സസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്ത് പുറത്തു വരണം. ഓക്കെ. ഞാൻ പണ്ട് ഒന്ന് പറയണ്ട. ഓക്കെ, യു ജസ്റ്റ് വാണ്ട് ടു ബ്രേക്ക് ദാറ്റ്. ഒരു സേഫ് സോണിൽ എപ്പോൾ ഉള്ളത്, ആ സേഫ് കംഫർട്ട് സോണിൽ എപ്പോൾ ഉള്ളത്, ആ കംഫർട്ട് സോണിൽ മാറിയിട്ട് നിങ്ങൾക്ക് ഒരു ലേണിംഗ് സോണിലേക്ക് പോകണം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് സോണിലേക്ക് പോകണം. പക്ഷെ എന്തോ നിങ്ങളെ തടഞ്ഞു നിർത്തുന്നുണ്ട്, അതൊന്ന് ഒരുപാട് കോംപ്ലക്സ് ഉണ്ട്, അതൊന്ന് ബ്രേക്ക് ചെയ്യണം. ഇസ് ദാറ്റ് കറക്റ്റ്? ഓക്കെ, അതിന് നമ്മൾ ബ്രേക്ക് ത്രൂ എന്നാ പറയല്. ഓക്കെ, സോ യു വാണ്ട് ടു ബ്രേക്ക് ത്രൂ ദാറ്റ്. ഓക്കെ, നമ്പർ 1 എനിക്ക് ചോദിക്കാനുള്ളത്, വൈ ഡു യു വാണ്ട് ടു ബ്രേക്ക് ത്രൂ? ഞാൻ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഓക്കെ, വെരി ഗുഡ്. നമ്പർ 2, 3 കാര്യങ്ങൾ പറയാം. പിന്നെ എപ്പോഴും എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്ന ആളാണ്. നമ്മൾ ഹസ്ബൻഡിനായാലും ഫാമിലി ആയാലും നമ്മളുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഓക്കെ, അതിനുവേണ്ടി എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ ബ്ലോക്ക് ആവും. ഓക്കെ, ഗുഡ്. നമ്പർ 3, എനിക്ക് ഒരു പഴയൊരു ഹിസ്റ്ററി, ഒരു ഇതുണ്ട്. പഴയൊരു സമയം നമ്മളിങ്ങനെ എന്താ പറയാ, ഫുൾ ഓഫ് കോൺഫിഡൻസിൽ നിന്നിരുന്ന ഒരു സമയം. എനിക്ക് ആ പഴയ ഇതിലേക്ക് എന്റെ ഫിസിക് ആയാലും എന്റെ മെന്റൽ സ്ട്രെങ്ത് ആയാലും അതിലേക്ക് തിരിച്ചു പോകണം. എനിക്ക് ഗോയിങ് ബാക്ക് അല്ലേ? നമ്മൾ വാപ്പസി എന്നൊക്കെ പറയും, ഗോയിങ് ബാക്ക്. ഓക്കെ, നമ്പർ 1, നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവണം. That's number 1. Number 2, നിങ്ങൾക്ക് നിങ്ങളുടേതായ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ട്, സൊസൈറ്റിക്ക് കൊടുക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ ഫാമിലിക്ക് കൊടുക്കണമെന്നുണ്ടാവും. അത് ചെയ്യും, പക്ഷേ അവിടെ ഒന്ന് പോയി നിൽക്കും അല്ലേ, അവിടെ ബ്ലോക്ക് ആവും. പിന്നെ 3ാമത്തെ, നിങ്ങൾ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നു എനിക്ക് തോന്നുന്നത്. നിങ്ങൾ സംസാരം കേട്ടിട്ട് ആ ഒരു കോൺഫിഡൻറ്റ് ലെവലിലേക്ക് വീണ്ടും തിരിച്ചു പോകണം. ഇസ് ഇറ്റ് കറക്റ്റ്? അതല്ലേ? അതെ. ഇപ്പം എവിടെ നിങ്ങൾ? 3 കാര്യങ്ങൾ പറയാം. ഇപ്പം എവിടെ? ഇപ്പം നമ്മൾ ടാർഗറ്റൊക്കെ മനസ്സിലായി, നിങ്ങൾ എന്താണെന്നും മനസ്സിലായി, എന്തിനാണ് പോകുന്നതൊക്കെ മനസ്സിലായി. ഇപ്പം നിങ്ങൾ എവിടെയാണ്? കോൺഫിഡൻസ് ലെവലിൽ നമ്മൾ പറയാം. കോൺഫിഡൻസ് ലെവൽ
ആക്ച്വലി ഞാനിപ്പോ കുറച്ചാളായിട്ട് സെൻസൈഡ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആൾ കൂടിയാണ്. അതെയോ? ഞാൻ ഹ്യൂമൻ ഹബിലുള്ള ആളാണ്. ഓക്കെ, നിങ്ങൾ പേരൊന്നും പറയരുത് കേട്ടോ, ഇല്ല ഒന്നും ഇല്ല പറയണ്ട ആവശ്യമില്ല. ഇല്ല നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിക്കും, യൂട്യൂബിൽ കൂടെ ആരെങ്കിലും കണ്ടുപിടിക്കും, അതുകൊണ്ട്. ഇല്ല, എനിക്ക് പ്രോബ്ലം ഇല്ല സത്യത്തിൽ. എനിക്കിത് ഞാനിങ്ങനെയാണെന്ന് പറയാൻ എനിക്ക് പ്രശ്നമില്ല. എന്നാലും ഞാൻ പേര് പറയുന്നില്ല എന്നുള്ളൂ. ഓക്കെ. അപ്പൊ ഞാൻ ഹ്യൂമൻ ഹബിലുള്ള ആള് തന്നെയാണ്. ആക്ച്വലി ഞാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് എന്റെ മക്കൾക്ക് ഞാൻ എപ്പോഴും ഒരു സൂപ്പർ മദർ ആവാൻ തന്നെയാണ് എപ്പോഴും ഇരിക്കുക. എന്റെ ഹസ്ബൻഡ് ഞാനൊരു വണ്ടർ വുമൺ ആയിരിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ എപ്പോഴും അതുപോലെയാണ്. അവരെപ്പോഴും അത് പറയുന്നുണ്ട്. നമ്മള് പല കാര്യങ്ങളിലും മകനിപ്പോ കോച്ചിങ്ങിന് പോവാണ്ട് വീട്ടിലിരിക്കുമ്പോ എന്റെ അടുത്ത് പറയുന്നത് എനിക്ക് നമ്മൾ ടോപ്പിക്ക് വിട്ടു പോകണം. ഐ വാണ്ട് യു ടു ബി ഓൺ ദ ടോപ്പിക്. ഓക്കെ. നിങ്ങളുടെ ഗോള് പറഞ്ഞു, നമ്മൾക്ക് മനസ്സിലായി. അതിന്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു, അതും മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ എവിടെയാണ്? ഞാനിപ്പോ സ്റ്റാർട്ടിങ്ങിലാണ്. ഇപ്പൊ നമ്മൾ ആദ്യം നമുക്ക് നോക്കേണ്ട കോൺഫിഡൻസ്. കാരണം നിങ്ങൾ കോൺഫിഡൻസിന്റെ കാര്യം പറഞ്ഞു, രണ്ടാമത്തെ കോൺട്രിബ്യൂഷന്റെ കാര്യം പറഞ്ഞു, മൂന്നാമത്തെ ഇൻഡിപെൻഡൻസിന്റെ കാര്യം പറഞ്ഞു, അല്ലേ? അതിൽ മാത്രം സംസാരിക്കാം. അപ്പോൾ കോൺഫിഡൻസ് ലെവൽ എവിടെയാണ് നിങ്ങൾ? 0 to 10 എന്താണ് നിങ്ങൾ കോൺഫിഡൻസ് ലെവൽ? അത് ഉത്തരം പറയണ്ട, പക്ഷേ ഏത് കാര്യത്തിലാണ് കോൺഫിഡൻസ്? അതായത് ചിലവർക്ക് പറയും, ഉദാഹരണം എക്സാമ്പിൾ കേട്ടോ, എനിക്കൊന്നും അറിയാത്ത വ്യക്തിയാണ് നിങ്ങൾ മുമ്പിൽ ഇരുന്ന് ഈ സംസാരിക്കുന്നത്. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കോൺഫിഡൻസ് ഇല്ല, എനിക്ക് വീട് വൃത്തിയാക്കി വെക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല, എനിക്ക് ജനങ്ങളോട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല, എനിക്ക് ഡ്രൈവ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല. ഏത് കോൺഫിഡൻസ് നിങ്ങൾ ഈ പറയണം? എനിക്ക് നമ്മളും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ഇതായാലും, ഞാനിപ്പോ 10 വർഷമായിട്ട് ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതൊരു സമയം വരെ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് ലാംഗ്വേജ് ബാരിയർ എൻ്റെ ഒരു വലിയ ഇഷ്യൂ ആണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ മീഡിയം മലയാളമാണ്. പക്ഷെ ഇംഗ്ലീഷിനോട് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് സംസാരിക്കേണ്ട അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ സൈലന്റ് ആയി പോകും. ഇംഗ്ലീഷ് അറിഞ്ഞാലേ നിങ്ങൾ ലോകത്ത് വിജയിക്കണമെന്നുണ്ടോ? എനിക്ക് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കുമ്പോൾ അതുമോ വന്ന് സ്റ്റക്ക് ആവുന്ന പോലെ ഫീൽ ചെയ്യലുണ്ട്. അല്ലാതെ അതിന്റെ കാരണം നിങ്ങൾ ബിസിനസ് നിന്നിട്ടുണ്ടോ? അതെ ചോദിക്കുന്നത്. ഇംഗ്ലീഷ് അറിയാൻ നല്ലതാണ്, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഇംഗ്ലീഷ് അറിയാനൊക്കെ വളരെ നല്ലതാണ്. കാരണം നിങ്ങൾക്ക് മീറ്റിങ്സിന് പോകുമ്പോഴും നിങ്ങൾ കസ്റ്റമേഴ്സിനായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അത് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്നത് നിർബന്ധമാണ്. ഞാൻ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, എസ്പെഷ്യലി ചൈനീസ്, ജാപ്പനീസൊക്കെ ഒരു അക്ഷരം പോലും അവർക്ക് അറിയാത്ത. അതേപോലെ തന്നെ നമ്മളിവിടെ സൗത്ത് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ, ബ്യൂണസ് ഐറസിൽ അല്ലെങ്കിൽ ബ്രസീലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷ് അറിയുന്ന ഒരു വ്യക്തികളും ഉണ്ടാവില്ല. പക്ഷെ അവരും നന്നായി ഡെവലപ്പ് ചെയ്യില്ലേ? ഉണ്ട്. അപ്പോൾ നിങ്ങളെ വീക്ക്നെസ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം നല്ലതാണ്, ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യണമൊക്കെ നല്ലതാണ്. പക്ഷെ ആ ഒരു ഇംഗ്ലീഷിൻ്റെ കാര്യം നിങ്ങൾ ബിസിനസ് കുറഞ്ഞിരിക്കണമെന്ന് ഞാൻ ചോദിക്കുന്നത്. മുഴുവൻ കുറഞ്ഞൊന്നും ഞാൻ പറയില്ല. കാരണം എനിക്ക് എവിടെയാണ് കുറഞ്ഞതെന്നൊന്ന് പറയാമോ? ഒരു ഇംഗ്ലീഷ് അറിയാത്ത ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് കിട്ടിയില്ല, എവിടെയാണ്? ഞാനൊരു ബാങ്കിൽ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതായിരുന്നു എന്റെ അതും ബിസിനസ് തമ്മിൽ യാതൊരു കണക്ഷൻ ഇല്ല. അതായത് ഞാൻ ജോബ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലായിരുന്നു. നിങ്ങൾ ഈ പഴയ കഥ ഇപ്പൊ കൊണ്ടുവരുന്നത്. അതെ, ശരിക്കും ശ്രദ്ധിക്കുക, ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളെ പഴയ കഥകളൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പം മുതൽ മുമ്പോട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ശരിക്കും സ്റ്റാർട്ടിങ്ങിലാണ് എല്ലാം. ഞാൻ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ അതിനൊരു സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആക്ഷൻ ടേക്കേഴ്സ് ആയിരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോ ഡ്യൂലിംഗോ വഴി എനിക്ക് കൂടുതൽ അത് അറിയാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എല്ലാം സ്റ്റാർട്ടിങ്ങിലാണ്. കോൺഫിഡൻസ് ലെവൽ ശരിക്കും 0 ആയിരുന്നു. അതിൽ നിന്ന് ശരിക്കും ഞാൻ പഴയതിലേക്കുള്ള ഇതിലാണ് ഇപ്പൊ കുറച്ചായിട്ട്. ഞാൻ പറഞ്ഞില്ല, കുറച്ച് ആളായിട്ട് ഞാൻ സെൻസയുടെ പുറകെ ഉള്ള ആളാണ്. എനിക്ക് മാറ്റത്തിന്റെ വഴിയിലാണ് ഇപ്പൊ ഞാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് ലെവൽ വളരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഏരിയാസാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്? നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞു, വേറെ എന്തൊക്കെയാണ് ഏരിയ? മെയിൻ ആയിട്ട് ഞാൻ എന്റെ ഫിസിക് നോക്കണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഹെൽത്ത് ലെവല് അത് ഞാൻ ചെയ്തിരുന്ന ആളാണ്, അത് ഫാസ്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ എനിക്ക് അതിലേക്ക് ഒട്ടും ഒരു ഡിറ്റർമിനേഷൻ കിട്ടില്ല ഒന്നിനും. ഇപ്പം
ഇപ്പം നിങ്ങൾക്ക് 2-3 കാര്യം എന്നോട് പറഞ്ഞു. കോൺഫിഡൻസ് പറഞ്ഞു, നല്ലതാണ്. അതിനെ പറ്റിയുള്ള 2 കാര്യങ്ങൾ പറഞ്ഞു. കോൺഫിഡൻസ് ഇല്ലാത്ത 2 സ്ഥലങ്ങൾ. ഒന്ന് ഹെൽത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തി. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത്? ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നന്നായി നോക്കിക്കൊണ്ടിരുന്ന ആളായിരുന്നു. ഹെൽത്തില്ലെങ്കിൽ ഒന്നുമില്ല അല്ലേ? യെസ് യെസ്. സ്റ്റീവ് ജോബിന് എത്ര % ആയിട്ടും കാര്യം ഉണ്ടായിരുന്നു. ഹെൽത്ത് പോയപ്പോൾ എല്ലാം പോയില്ലേ? യെസ്. ശരിയല്ലേ? അതെ അതെ. അപ്പോൾ ഹെൽത്തിന് എവിടേക്കാണ് ഇഷ്യൂ ഉള്ളത്? ഒബീസിറ്റി ആണോ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആണോ, അല്ലെങ്കിൽ BP ആണോ, അല്ലെങ്കിൽ വാട്ട് ഇസ് ഇറ്റ്? എനിക്ക് മെയിൻ ആയിട്ട് വന്നത് ഒബേസിറ്റി ആണ്. ഒബീസിറ്റി. അതിനുള്ള ശരിക്കും നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരുന്നോ? ഒരു ഫിസിക്കൽ ട്രെയിനറിനെ കൺസൾട്ട് ചെയ്തിരുന്നോ? നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഹോർമോൺ ഇംബാലൻസ് ആയതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് ജിമ്മിലൊക്കെ പോയിക്കൊണ്ടിരുന്നതാ. ഓക്കെ. എനിക്ക് ജിമ്മിൽ പോയപ്പോ കാലൊന്ന് ട്വിസ്റ്റ്, അതൊക്കെ അസുഖത്തിന്റെ ഭാഗമായിട്ട് വന്നതായിരുന്നു. പിന്നെ എനിക്ക് ജിമ്മിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ടായി. അങ്ങനെയാണ് ഞാൻ ഇത്രയും മാറിയത്. ആക്ച്വലി നമ്മൾ ഇത്രയും വേസ്റ്റ് ആയപ്പോഴാണ് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് എത്രത്തോളം മാറിപ്പോയി എന്നുള്ളത്. ഇപ്പൊ 100% ഞാൻ ശരിക്കും പഴയ വെയിറ്റിന്ന് 100% കൂടുതലാണ് ഇപ്പൊ. അതൊക്കെ കുറക്കണം എന്നുള്ള മനസ്സാണ് വേണ്ടത്. 350 കിലോ ഉള്ള ആൾക്കാരും കുറഞ്ഞിട്ട് 80 എത്തിച്ചിട്ടില്ലേ? ഇല്ലേ? ഞാൻ ചോദിക്കാം. നടക്കാൻ പറ്റാത്ത കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എല്ലാം കിടക്കുന്ന സ്ഥലത്ത് നിന്ന് മൂത്രമൊഴിക്കുന്നതും എല്ലാം കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എല്ലാ ആൾക്കാര് പിന്നീട് ഓടുന്ന കണ്ടിട്ടുണ്ടോ? അവരെന്താ ഡിറ്റർമിനേഷൻ അല്ലേ? അവര് വാല്യൂ കൊടുത്തിട്ടില്ലേ? ഹെൽത്തിന് വാല്യൂ കൊടുത്തിട്ടില്ലേ? അവരെ കുടുംബത്തിന് വാല്യൂ കൊടുത്തിട്ടില്ലേ? അവരെ ഹസ്ബൻഡ് സ്പൗസിന് വാല്യൂ കൊടുത്തിട്ടില്ലേ? ഇന്ന് അവർ സൊസൈറ്റിക്ക് വേണ്ടി നല്ലത് ചെയ്യണില്ലേ? അവരെ ജീവിതം നമുക്ക് കാണിച്ചു തന്ന് നമുക്കും ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ഇൻസ്പിറേഷൻ അവർ തരുന്നില്ലേ? നിങ്ങൾക്ക് എന്താണ് കുറവുള്ളത് ഇതിന്നൊക്കെ? എനിക്ക് ശരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അതിന് എന്തെങ്കിലും ഒരു ബ്രേക്ക് വന്ന പിന്നെ എനിക്ക് അതിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അതിന് വേണ്ടത് നിങ്ങൾക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോച്ചാണ്. യെസ്. ഒരു ഫിസിക്കൽ കോച്ച്. നിങ്ങൾ എവിടെ സ്ഥലം എന്ന് പറയണ്ട, പക്ഷെ നിങ്ങൾ അവിടെ ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ടോ, കോച്ചസ് ഉണ്ടോ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോച്ചസ് ഉണ്ടോ? അല്ലെങ്കിൽ ഇന്ന് ഓൺലൈനിൽ അതൊക്കെ അവൈലബിൾ ആണ്. ഉണ്ടോ? കോച്ചസ് ഉണ്ടോ? നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഓൺലൈനായിട്ട് കുറച്ച് പേര് അതും എനിക്ക് വർക്കായി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ അത് ബ്രേക്ക്. ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ വില്ലിംഗ് ആയാൽ മാത്രമേ ഉള്ളൂ അവർ നമ്മളെടുത്ത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോച്ച് ഉണ്ടെങ്കിൽ അതായത് ഫിസിക്കലായിട്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനേഴ്സ് എന്നാണ് ഇതിന് പറയാം. അങ്ങനത്തെ പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവര് ഹെൽപ്പ് ചെയ്ത് തരൂലേ? അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പോ ചിന്തിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനെ കുറിച്ച്. അല്ല, ഇപ്പോഴത്തെ കാര്യം ഇതുവരെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടോ? പക്ഷെ ഇപ്പോഴത്തെ കാര്യം, now are you ready for that? Yes, of course. ഓക്കെ. ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം പേഴ്സണൽ കോച്ചസ് 1-on-1 കോച്ചിങ് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷെ റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കും. അതെ. അതെല്ലാം എന്റെ ഒരു തടസ്സങ്ങളായിരുന്നു സത്യത്തില്. ഇപ്പൊ അത് റെഡിയാണോ? റെഡിയായി വരുന്നു. ഇപ്പോഴും വരുന്നുള്ളൂ. കുറച്ച് നിങ്ങൾ ഫിസിക്കൽ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഡോക്ടറിനെ ഒക്കെ കൺസൾട്ട് ചെയ്തിട്ട് വേണം പോവാൻ. അല്ല വെറുതെ ഒരു ട്രെയിനറിന്റെ അടുത്ത് പോയത് കംപ്ലീറ്റ് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ വാങ്ങിച്ചിട്ട് വേണം. നിങ്ങൾ എത്ര ബോട്ടിൽ ഓഫ് വാട്ടർ കുടിക്കണം എല്ലാം നിങ്ങൾ കൺസൾട്ടേഷൻ വാങ്ങിച്ചിട്ട് പിന്നെ ഒരു ഫിസിക്കൽ ട്രെയിനറുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. റെഡിയാണ്. ഓക്കെ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഓക്കെ. രണ്ടാമത്തെ നിങ്ങൾ ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞു. ഇംഗ്ലീഷ് പഠിച്ചാൽ നിങ്ങൾ കൂടുന്നു പറഞ്ഞു. ഇംഗ്ലീഷ് എത്ര വരെ പഠിച്ചു നിങ്ങൾ ഇപ്പൊ ഈ കാലം വരെ? എവിടെയൊക്കെ പോയി പഠിച്ചത്? ഞാൻ ഇതുവരെ അതിന് ഒരു പ്രാവശ്യം മാത്രമേ, അതും പാസ്റ്റ് ആണ്, ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് പോയിട്ടുള്ളൂ. അത് എത്ര വർഷം മുമ്പത്തെ കഥ പറഞ്ഞു? അത് കോളേജിലൊക്കെ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത്. അത് എത്ര വർഷമാണ്? അതൊരു 24 ഇയേഴ്സ് ബാക്ക്. അതിനെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അതൊക്കെ പഴയതാ. അതിന് ശേഷമല്ലേ കല്യാണം കഴിഞ്ഞ നിങ്ങള്? അതിനുശേഷമല്ലേ കുട്ടികളൊക്കെ ഉണ്ടായത്? ഉറപ്പല്ലേ? കാര്യങ്ങളൊക്കെ മറന്ന ആളെ. അത് പണ്ട് നിങ്ങൾ ചെയ്തിരുന്നില്ല. കാരണം അന്ന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഇംഗ്ലീഷ് ഒന്നും ഇപ്പോൾ വേണ്ട എന്നുള്ള രീതിയിൽ മാറുക. ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണം നിങ്ങൾക്ക് നിർബന്ധമായി തോന്നില്ലേ? ഉണ്ട്. നല്ല കോച്ചസ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടില്ല ഇതുവരെ. ഓൺലൈനിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഞാൻ സഹായിച്ചു തരാം. ഞാനല്ല, പക്ഷെ എൻ്റെ അടുത്തൊരു കോച്ച് ഉണ്ട്. ഓക്കെ. അവരായിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റുമോ? കൺസൾട്ട് ചെയ്യാം.
നല്ല 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 ലീഡേഴ്സ് ഒക്കെ വന്ന് പഠിക്കുന്ന കോച്ച് എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, പേര് സഫ മജീദ് എന്നാ. ഓക്കെ അപ്പം നിങ്ങൾ ഇന്നേറ്റ് എപ്പോഴും കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ ആ നമ്പർ തരാം. ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ ഓക്കെ സർ. ഓൺലൈനിലാണ് അത് പഠിപ്പിക്കുന്നത്. ഇത് രണ്ടും കാര്യം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോൺഫിഡൻസ് ലെവൽ കൂടും. ഓഫ് കോഴ്സ് ഇത് രണ്ടുമാണ് എന്റെ മെയിൻ പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നത് സത്യത്തില്. ഓക്കെ, വേറെ എന്താ? ഇപ്പൊ മൂന്നാമത് നിങ്ങൾ പറഞ്ഞ് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത്. ഈ കോൺഫിഡൻസ് ലെവൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ആക്ച്വലി ഇത് രണ്ടും ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് എന്നെ ഓരോന്നിലേക്ക് പ്രസന്റ് ചെയ്യാനായാലും നമുക്ക് മൂവ് ചെയ്യാനായാലും എല്ലാം തടസ്സങ്ങളാണ്. തീർച്ചയായും. നിങ്ങൾ ഇപ്പം ഒരു എനിക്കറിയാം, ഞാൻ വെയിറ്റ് കുറച്ചപ്പോൾ 25 കിലോ ഞാൻ കുറച്ചു ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ. ആ 25 കിലോ കുറച്ചപ്പം കോൺഫിഡൻസ് കൂടുക ചെയ്തത്. യെസ്, അല്ലേ? അപ്പോൾ കോൺഫിഡൻസ് കൂടി കഴിഞ്ഞാൽ നിങ്ങളെ കോൺട്രിബ്യൂഷൻ കൂടും. അതെ അതെ. ഒരിക്കൽ ഞാനും കുറച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പൊ നമ്മൾ അറിയാം ഒരുപാട് വർഷം അങ്ങനെ നിൽക്കുമ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ. അബ്സല്യൂട്ട്ലി. എന്താ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക സൊസൈറ്റിക്ക്? എന്താ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യല്ലേ? ഞാൻ ആക്ച്വലി ഒരു ഹോളിസ്റ്റിക് തെറാപ്പിസ്റ്റ് ആണ്. എന്താണ് നിങ്ങൾ? ഈ ഹോളിസ്റ്റിക് തെറാപ്പി ഉണ്ടല്ലോ, ഈ അക്യുപഞ്ചർ ഒക്കെ പോലെയുള്ള. ഓക്കെ, ഹോളിസ്റ്റിക് ആണ് നിങ്ങൾ പറഞ്ഞത്? ഹോളിസ്റ്റിക് തെറാപ്പിസ്റ്റ് ആണ്. ഹോളിസ്റ്റിക്. അപ്പോൾ ഹോളിസ്റ്റിക്കിൽ ബോഡി മൈൻഡ് എല്ലാം വരില്ല അതിൽ? അതെ അതെ. പക്ഷെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഒട്ടും എനിക്ക് പേഷ്യൻസ് ഒരു കോൺഫിഡൻസോടുകൂടി ഇത് നിങ്ങൾ വേറെ ആരോടും പറയരുത് കേട്ടോ, ആകെ പ്രശ്നമാവും അത്. ഓക്കെ, ആകെ പ്രശ്നം. നിങ്ങൾ പേര് പ്രത്യേകം പറയരുത് കേട്ടോ, ആകെ പ്രശ്നമായി മാറും. ഞാൻ ആക്ച്വലി പേഷ്യൻസിന് അധികം കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന കുറച്ച് പേര്, എന്റെ മൗത്ത് പബ്ലിസിറ്റിയിൽ വരുന്ന കുറച്ച് പേഷ്യൻസ് മാത്രം ഞാൻ ഇത്ര വർഷമായിട്ട്, ഞാൻ 2017 മുതൽ ഇതിലുണ്ട്. അപ്പൊ നിങ്ങൾ ഏറ്റവും വലുത് ചെയ്യുന്നത് എന്താണ്? ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉണ്ടല്ലോ, ബിഫോർ ആൻഡ് ആഫ്റ്ററിന്റെ പിക്ചർ നിങ്ങൾ എടുത്ത് വെക്കുക. നിങ്ങളുടെ വർക്ക്ഔട്ട് എക്സസൈസ് നിങ്ങൾ എടുത്ത് വെക്കുക. അത് നിങ്ങൾ വേറെ ആരും വേണ്ട, നിങ്ങൾ ഇൻസ്പിറേഷൻ ആയി മാറാം. അത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിങ്ങളുടെ സ്ഥിതി ഒബീസ് ആയിരിക്കാം, അത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് അല്ലേ? അതായത് ഇപ്പോൾ നിങ്ങൾ ഇന്ന് ഇത്രാം തീയതി 5-ാം തീയതി ഒരു പിക്ചർ എടുക്കുക, വർക്ക്ഔട്ട് എടുക്കുക, നെക്സ്റ്റ് ഡേ അങ്ങനെ ചെയ്ത് ഓരോ ആഴ്ച കഴിഞ്ഞിട്ടുള്ള പിക്ചേഴ്സ് എടുത്തിട്ട് ദിസ് ഇസ് ഹൗ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന. ഞാൻ സ്പെഷ്യലിസ്റ്റ് ആണ്. അതായത് അക്യുപഞ്ചേഴ്സ് അവരെന്താ പറയുക, ഡോക്ടേഴ്സ് എന്നാണോ പറയുക? എനിക്കറിയില്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. എന്താ പറയാ, നിങ്ങൾ എന്താ പറയാ? ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞു നിങ്ങൾ? തെറാപ്പിസ്റ്റ് അല്ലേ? ഓക്കെ, തെറാപ്പിസ്റ്റ്. അപ്പൊ ഇത് കണ്ടോ, ഇത് ഹോളിസ്റ്റിക് തെറാപ്പിസ്റ്റ് ആണ്. ഞാൻ കണ്ടോ അന്നത്തെ കോലം എന്താണ്, ഇന്നത്തെ കോലം എന്താന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് ആഗ്രഹിക്കേണ്ട ചെയ്യണം, ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ 3 സാധനം ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ലാംഗ്വേജ് കണക്ട് ചെയ്തു. നമ്പർ 2 നിങ്ങളെ ഫിസിക്കൽ എക്സസൈസിന് കണ്ടുപിടിക്കാൻ നിങ്ങളെ കണക്ട് ചെയ്തു. നമ്പർ 3 വി കണക്ട് ദാറ്റ് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. അല്ല, നിങ്ങളെ തെറാപ്പിസ്റ്റും അവിടെ നിങ്ങളുടെ ബിസിനസ് വളരാൻ ചാൻസ് അല്ലേ കൂടുതൽ? തീർച്ചയായിട്ടും ഉണ്ട്. മനസ്സിലായി. ഇതിന് ശരിക്കും നിങ്ങൾ 4ാമത്തെ പോയിന്റിനെ കണക്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ. 4ാമത്തെ പോയിന്റ്, അതായത് നിങ്ങൾ ആദ്യം പറഞ്ഞപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇൻഡിപെൻഡൻസ്, ഫ്രീഡം എന്നൊക്കെ പറഞ്ഞു. ഇത് നിങ്ങളുടെ ബിസിനസ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫ്രീഡം ഇൻഡിപെൻഡൻസും കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു പിരമിഡ് പോലെ നോക്കാം. ഒരു പിരമിഡ് പോലെ നോക്കുമ്പോൾ ഏറ്റവും ടോപ്പില്, പിരമിഡിന്റെ ഏറ്റവും ടോപ്പ് നിങ്ങൾക്ക് ഫ്രീഡം ഇൻഡിപെൻഡൻസ് ആണ് ഉള്ളത്. നടുവിൽ കിടക്കുന്നത് കോൺട്രിബ്യൂഷനാ. ഏറ്റവും താഴെ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അതാണ് നമ്മൾക്ക് ഒരു മെച്ചപ്പെടുത്തുന്നത്. ആ ഫൗണ്ടേഷനാണ് നിങ്ങളെ ഇംഗ്ലീഷും നിങ്ങളെ ബോഡിയും. അതിൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി രണ്ടും ശരിയാവും. ആണോ? എനിക്കറിയില്ല. ഒന്നും അറിയാത്തൊരു വ്യക്തിയായിട്ട് അവിടെ ഇരിക്കണം. ഒന്നും അറിയാത്തൊരു വ്യക്തി. ഞാൻ വെറുതെ പൊട്ടത്തരം വിളിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇല്ല, എനിക്ക് ശരിക്കും അത് മനസ്സിലാവും. ഞാൻ പിന്നെ എനിക്കുള്ളൊരു പ്രോബ്ലം, ഞാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആവുന്ന മാത്രം ഒരാളെ കൊണ്ടും അങ്ങനെ മോട്ടിവേറ്റഡ് ആവാത്ത ഒരാളാണ്. പക്ഷേ അത് മോട്ടിവേറ്റ് ആകും. നമ്മൾ വാശി പിടിക്കണം. അതായത് നമ്മൾ വാശി പിടിക്കണം. അതായത് ആരെ ലോകത്ത് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വരാം, ഒന്ന് വന്ന് നോക്ക്, ഒന്ന് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഒന്ന് നോക്ക് പറഞ്ഞ് സ്വന്തം വാശി പിടിക്കാൻ നടക്കൂല. ഞാൻ ശരിക്കും സെൻസ് ചെയ്യുന്ന, ഞാൻ അപ്രോച്ച് ചെയ്തത്, പക്ഷെ എന്റെ ഉള്ളിലുള്ള എന്തുമെന്നാണ് എന്താണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവണില്ലായിരുന്നു ഞാൻ എന്താണെന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ ഇത്രയും ദിവസം ഫോളോ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സിറ്റിംഗ് വേണം എന്ന് ആഗ്രഹിച്ചത്. എന്താണ് നിങ്ങളുടെ ക്ലാരിറ്റി ഇപ്പോൾ ഉള്ളത്? 8.
Great. What was it? 8.5. Oh my goodness, that's great. What was your clarity before you came in? ഞാൻ ആക്ച്വലി ഇതിനു മുമ്പ് നമ്മൾ ഹ്യൂമൻ ഹബിലേക്ക് വരുമ്പോൾ ഞാൻ ഭയങ്കര സീറോ ആയിരുന്നു. വലിയൊരു ബിഗ് സോർ ആയിരിക്കുന്ന സമയത്ത് അതിലേക്ക് വന്നത്. ഇതിലേക്ക് ഞാനിപ്പോ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അതിന്റെ വഴി കൂടെ ഒരു ഫ്ലോ പോലെ നമ്മൾ ഈ സിറ്റിങ്ങും. അപ്പൊ എത്രയായിരുന്നു, ഏകദേശം എത്രയായിരുന്നു? അപ്പൊ ഒരു മാസം മുമ്പ് 0 എന്ന് പറയാം അല്ലേ? അതെ അതെ. ഒരു മാസം ശരിക്കും അങ്ങനെ ഒരു ഇതിൽ തന്നെയായിരുന്നു. ഹാപ്പിനെസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള, പോസിറ്റീവ് ആയിട്ടുള്ള, ഒന്നും ഉദ്ദേശിക്കാത്ത, ഒന്നും പ്രതീക്ഷിക്കാത്ത ജനങ്ങളൊപ്പം നിൽക്കുക. യെസ് യെസ്. ഞാൻ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യുന്ന ആളാണ്. സെൻസൈഡ് ക്ലാസ് ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നത് എനിക്ക് ഭയങ്കര ഈസിയാണ്. ഞാൻ ആർക്കെന്ത് ചെയ്യുമ്പോഴും എനിക്കെന്ത് തിരിച്ചു കിട്ടും ചിന്തിക്കലേ ഇല്ല. ഞങ്ങൾ ചിന്തിക്കില്ല, ഞാനൊന്നും ആലോചിക്കാറില്ല. നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മളിത് ചെയ്യണത്. ചിലർ വിചാരിക്കും ഇത് യൂട്യൂബിൽ ഇട്ടിട്ട് കുറേ പൈസ ഉണ്ടാക്കുന്നതൊക്കെ. ഇന്നേ വരെ ഓക്കെ, ഈ ഒരു വീഡിയോ റെക്കോർഡിങ് ചെയ്യണവരെ ഒരു പൈസ പോലും എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ല. മനസ്സിലായി? അതൊരു പ്രതീക്ഷയില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. കിട്ടുകയാണെങ്കിൽ എടുക്കും ചെയ്യും, അതില്ല എന്നല്ല ഞാൻ പറയില്ല കേട്ടോ. കാരണം നമ്മൾ അധ്വാനിക്കുന്നുണ്ട് ഇവിടെ, നമ്മൾ ഇരുന്നിട്ട് സംസാരിക്കാൻ ഒരു ചാർജും ഇല്ലാതെ നിങ്ങളൊക്കെ കോച്ച് ചെയ്യണത്. ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതൊരു കേസ് സ്റ്റഡിയാണ്. അതായത് ഇതേപോലത്തെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഈ ഒരു വീഡിയോ ചിലപ്പോൾ 10-15 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഒരാൾ കാണണ്ടാവും. ഇതൊരു എവർഗ്രീൻ കോണ്ടന്റ് നിങ്ങൾ ഇവിടെ ഉണ്ടാവുന്നത്. ചിലപ്പോൾ അത് അവർക്ക് ഉപകാരമായിരിക്കും. അതെ, ഞാനിങ്ങനെ വന്നിരിക്കുമ്പോ ഞാൻ ശരിക്കും വിചാരിക്കുന്നത് ഇതുപോലുള്ള ഒരുപാട് പേരുണ്ടാവും, അവർക്ക് ശരിക്കും ഒരു ക്ലാസ് തന്നെയാണത്. തീർച്ചയായും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമ്മൾ നിർത്താം. എന്തുകൊണ്ടാണ് ചിലർ അവരുടെ ശരീരം തന്നെ കൊടുക്കുന്നത്? അതായത് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം കൊടുക്കുന്നു പറയാൻ കാരണം എന്താ? അവർക്കറിയാം ആ ശരീരം കൊണ്ട് എത്രയോ ആൾക്കാർ പഠിച്ചിട്ട് എത്രയോ ഡോക്ടേഴ്സ് വരും എന്നുള്ളത്. ശരിയല്ലേ? ആ ഡോക്ടേഴ്സ് എത്രയോ പേഷ്യൻസിനെ അവർ ചികിത്സിക്കും. ശരിയല്ലേ? അതേപോലെ നിങ്ങളുടെ ടൈം നിങ്ങൾ ഇന്ന് എനിക്ക് വേണ്ടി തന്നപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു പൈസയും ചാർജ് ചെയ്യാത്തത് കാരണം ഇത് നിങ്ങൾ ഒരു യൂട്യൂബിൽ വരുന്ന ഒരുപാട് ആൾക്കാർക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കണം. അതിൽ ഞാനൊരു ഭാഗം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നുമല്ല. ഹാപ്പി? ഹാപ്പി. Thank you very much. Thanks a lot. Let's move on to the next caller.